നമസ്കാരം. പ്രധാന വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഇതോടെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. നവംബർ 14 തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം. നവംബർ 21 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം. നവംബർ 22 സൂക്ഷ്മ പരിശോധന. നവംബർ 24 നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. പാലക്കാട് ജില്ലയിൽ ഡിസംബർ 11 വോട്ടെടുപ്പ് ഫലപ്രഖ്യാപനം. ഡിസംബർ 13. സിപിഐഎമ്മും ഇടതുമുന്നണിയും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയെന്നും ഒരു അപശബ്ദങ്ങൾ പോലുമില്ലാതെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞതായും സിപിഐഎം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു. ഇടതു സർക്കാർ നടപ്പാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങൾ ചർച്ചയാകുമെന്നും മുക്കിലും മൂലയിലും വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞതായും ഇത് തെരഞ്ഞെടുപ്പിൽ വൻ വിജയമുണ്ടാക്കുമെന്നും കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട മുനിസിപ്പാലിറ്റികൾ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തിരിച്ചുപിടിക്കുമെന്നും സിപിഐഎം ജില്ലാ സെക്രട്ടറി. LDF വിജയിക്കുമെന്ന് പ്രവചിക്കാൻ തനിക്കാകില്ല. തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുമെന്ന് പ്രവചിക്കാൻ താൻ യേശുവോ ദൈവമോ അല്ല എന്ന് തൃശൂർ മേയർ MK വർഗീസ്. BJPയിലേക്ക് പോകുമോ മറ്റെവിടേക്കെങ്കിലും പോകുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും ഇനി 3 മാസം വിശ്രമമെന്നും MK വർഗീസ്. വന്ദേ ഭാരത് ട്രെയിനിൽ ഗണഗീതം ചൊല്ലൽ വിവാദം. കുട്ടികളുടെ മനസ്സിൽ സംഘപരിവാർ ആശയങ്ങൾ കുത്തിവയ്ക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ്. കേരളത്തിലെ ആരോഗ്യനില വെന്റിലേറ്ററിലാണെന്നും ഒറ്റപ്പെട്ട സംഭവങ്ങൾ എണ്ണമറ്റ സംഭവങ്ങളായി മാറിയെന്നും ആരോഗ്യമന്ത്രിയെ തിരിച്ചു വിളിച്ച് ആരോഗ്യരംഗത്തെ രക്ഷിക്കണമെന്നും OJ ജനീഷ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എല്ലായിടത്തും മികച്ച വിജയം നേടുമെന്നും പഴയ തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോകുകയാണെന്നും മുൻ MLAയും KPCC ജനറൽ സെക്രട്ടറിയുമായ K ശബരിനാഥ്. BJP ഭരിക്കുന്ന പന്തളവും പാലക്കാടുമാണ് ഏറ്റവും മോശമായ ഭരണം നടക്കുന്ന മുനിസിപ്പാലിറ്റികളെന്നും ശബരിനാഥ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭാ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി. ലീഗിന്റെ അടിസ്ഥാന തത്വത്തിനെതിരായി വെൽഫെയർ പാർട്ടിയുമായും ജമാഅത്തെയുമായും ലീഗിന് രഹസ്യബന്ധമെന്ന മുസ്ലിം ലീഗ് വിമത നേതാവും മുൻ മണ്ഡലം വൈസ് പ്രസിഡന്റുമായ TA അബ്ദുൽ അസീസ്. ലീഗ് നയത്തിൽ പ്രതിഷേധിച്ച് ലീഗ് മത്സരിക്കുന്ന വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നും അബ്ദുൽ അസീസ്. പാലക്കാട് ജില്ലയിൽ ഒന്നാം വിള നെല്ല് സംഭരണം അനിശ്ചിതത്വം തുടരുന്നു. രണ്ടാം വിള ഇറക്കാൻ കഴിയാതെയും ഒന്നാം വിള ഇറക്കാനെടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെയും നെല്ലറയിലെ കർഷകർ. തെരഞ്ഞെടുപ്പ് ചൂടിൽ രാഷ്ട്രീയ പാർട്ടികൾ. CPIM ഓങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച വികസന മുന്നേറ്റ യാത്രയ്ക്ക് സമാപനം. ഷൊർണൂർ നഗരസഭാ മുരടിപ്പിനെതിരെ ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഷൊർണൂർ രക്ഷായാത്രയ്ക്കും സമാപനം. മണ്ണൂരിൽ UDF ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് തുടക്കം. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഇതോടെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. നവംബർ 14 തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും. നവംബർ 21 മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാവുന്നതാണ്. നവംബർ 22 സൂക്ഷ്മ പരിശോധനയും 24 നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. ഡിസംബർ 11 പാലക്കാട് ജില്ലയിൽ വോട്ടെടുപ്പ്. 13 ഫലപ്രഖ്യാപനമുണ്ടാകും. CPIM ഇടതുമുന്നണിയും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയെന്നും ഒരു അപശബ്ദങ്ങൾ പോലുമില്ലാതെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞതായും CPIM ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു. ഇടതു സർക്കാർ നടപ്പാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങൾ ചർച്ചയാകുമെന്നും വലിയ വിജയം LDFന് ഉണ്ടാകുമെന്നും സുരേഷ് ബാബു പറഞ്ഞു. മുക്കിലും മൂലയിലും വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞതായും കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും പിടിച്ചെടുക്കുമെന്നും ഡിസംബർ 13 അത് തെളിയിക്കുമെന്നും എൻ സുരേഷ് ബാബു പറഞ്ഞു. വളരെ ഐക്യത്തോടുകൂടിയും യോജിപ്പോടുകൂടിയുമാണ് ഒരു തരത്തിലുള്ള അപശബ്ദങ്ങളുമില്ലാതെ LDFന്റെ എല്ലാ ഇലക്ഷൻ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് വളരെ അഭിമാനത്തോടുകൂടിയും ആത്മവിശ്വാസത്തോടുകൂടിയും പങ്കുവയ്ക്കാനുള്ളത്. ആ നിലയ്ക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ചർച്ചയാവുമെന്ന് മാത്രമല്ല വലിയ വിജയം, വലിയ അനുകൂലമായ ഒരു സ്ഥിതി ഇന്ന് കേരളത്തിലാകെയുണ്ട്, പാലക്കാട് ജില്ലയിലും അതുണ്ട്. LDF വിജയിക്കുമെന്ന് പ്രവചിക്കാൻ തനിക്കാവില്ല എന്നും തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുമെന്ന് പറയാൻ താൻ യേശുവോ ദൈവമോ അല്ല എന്നും തൃശൂർ മേയർ MK വർഗീസ്. BJPയിലേക്ക് പോകുമോ മറ്റെവിടേക്കെങ്കിലും പോകുമോ എന്നത് ഇപ്പോൾ പറയാനാകില്ല എന്നും മേയർ. ഇനി 3 മാസം വിശ്രമമാണ് എന്ന് മേയർ കൂട്ടിച്ചേർത്തു. LDF വിജയിക്കുമെന്ന് പ്രവചിക്കാൻ തനിക്കാകില്ല. തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുമെന്ന് പറയാൻ താൻ യേശുവോ ദൈവമോ അല്ല. വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് പാർട്ടിയാണ്. LDF വിജയിക്കുമെന്ന് പറയാതെ തൃശൂർ മേയർ.
ഇനി 3 മാസം വിശ്രമമെന്ന് തൃശൂർ മേയർ MK വർഗീസ്. അതിനുശേഷം ഭാവി പരിപാടികൾ തീരുമാനിക്കും. BJPയിലേക്ക് പോകുമോ മറ്റെവിടെയെങ്കിലും പോകുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ല. തൻ്റെ എല്ലാ തീരുമാനത്തിനും ഭാര്യ കൂടെയുണ്ട്. ഭാര്യയുടെ അഭിപ്രായം കൂടി കേട്ടിട്ടാകും പുതിയ തീരുമാനം. ഇനിയുള്ള ബാക്കി സമയം ഭാര്യയ്ക്കൊപ്പം ചെലവഴിക്കുമെന്നും MK വർഗീസ് കൂട്ടിച്ചേർത്തു. ഞാൻ പറഞ്ഞു വരേണ്ടി വരും. ഓക്കെ, കഷ്ടം നോക്കൂ. ഞാൻ പറയുന്നത് അല്ല, ഞാൻ ചുരുക്കി പറഞ്ഞാല് ഏതൊരു കാര്യം ഞാൻ തീരുമാനിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാറില്ല. എൻ്റെ കൂടെ എൻ്റെ ഭാര്യയുടെ, എൻ്റെ ഭാര്യ എടുക്കുന്ന തീരുമാനത്തിനോട് കൂടി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. മനസ്സിലായില്ല? അപ്പൊ എൻ്റെ ഭാര്യയെ കൂടി 3 മാസം ഞങ്ങൾ ആലോചിച്ച് ചോദിച്ച് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്താണ്. അതല്ല എനിക്ക് ചെയ്യാൻ പറ്റും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഗണഗീതം കുട്ടികളുടെ മനസ്സിൽ സംഘപരിവാർ ആശയങ്ങൾ കുത്തിവെക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും യൂത്ത് കോൺഗ്രസ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് കുമാർ. കേരളത്തിലെ ആരോഗ്യമേഖല വെന്റിലേറ്ററിൽ ആണെന്നും ഒറ്റപ്പെട്ട സംഭവങ്ങൾ എണ്ണമറ്റ സംഭവങ്ങളായി മാറിയെന്നും ആരോഗ്യമന്ത്രിയെ തിരിച്ചുവിളിച്ച് ആരോഗ്യരംഗത്തെ സംരക്ഷിക്കണമെന്നും ജനീഷ് തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഗണഗീത വിവാദം കുട്ടികളുടെ മനസ്സിൽ സംഘപരിവാർ ആശയങ്ങൾ കുത്തിവെക്കാനുള്ള ശ്രമമാണെന്നും യൂത്ത് കോൺഗ്രസ് നിയമ നടപടിയായി മുന്നോട്ടു പോകുമെന്നും ജനീഷ് പറഞ്ഞു. കേരളത്തിലെ ആരോഗ്യമേഖല വെന്റിലേറ്ററിലാണെന്നും ഒറ്റപ്പെട്ട സംഭവങ്ങൾ എണ്ണമറ്റ സംഭവങ്ങളായി മാറുകയാണെന്നും ആരോഗ്യവകുപ്പ് കൊലപ്പെടുത്തിയാണ് ഈ രണ്ടുപേരെയെന്നും ആരോഗ്യമന്ത്രിയെ മാധ്യമരംഗത്തേക്ക് തിരിച്ചു വിളിക്കണമെന്നും കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ രക്ഷിക്കണമെന്നും ജനീഷ് കൂട്ടിച്ചേർത്തു. തൃശ്ശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതുമായി ബന്ധപ്പെട്ട് ദക്ഷിണ റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് വീണ്ടും ആ വിഷയത്തിൽ തന്നെ വീണ്ടും ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിലൂടെ ഈ സംസ്ഥാനത്തും രാജ്യത്തിനകത്തും ഉയർന്നു വന്ന പ്രതിഷേധങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായൊരു കാര്യമാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് എടുക്കാവുന്ന എല്ലാ നടപടികളും എടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. അതുമാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിൽ ഒരു കാവ്യവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്നു. കൊച്ചുകുട്ടികളെ ഉൾപ്പെടെ ഉപയോഗിച്ച് അവരാരും മനഃപൂർവ്വം അത് ആലോചിക്കുന്നതല്ല, അത് ആ തരത്തിൽ അവരെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ കുട്ടികളുടെ മനസ്സിലേക്ക് സംഘപരിവാർ ആശയങ്ങൾ, കാവ്യവൽക്കരണത്തിൻ്റെ ആശയങ്ങളൊക്കെ കുത്തിനിറയ്ക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു PM ശ്രീയിൽ ഒപ്പുവെക്കുന്നതിലൂടെ നടന്നതൊക്കെ. അപ്പോൾ അത്തരം ഘട്ടങ്ങളിലൊക്കെ ഇത്തരത്തിൽ കാവ്യവൽക്കരണത്തിനുള്ള അവസരങ്ങൾ ഒളിച്ചും പാത്തുമൊക്കെ കടന്നു വരുന്ന ഘട്ടത്തിലൊക്കെ അതിന് കൂടെ നിന്ന് കൊടുത്തതിന് ശേഷമാണ് സർക്കാരും ഇത്തരം കാര്യങ്ങളൊക്കെ നിലപാട് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഗണഗീത വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വിദ്യാർത്ഥികളെ, കുട്ടികളെയൊക്കെ ഉപയോഗിച്ച് ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രചരണം നടത്താൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ സമീപന ഫലമായി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ കാര്യമാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് എടുക്കാവുന്ന നടപടികളൊക്കെ എടുത്ത് മുന്നോട്ട് പോകും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എല്ലായിടത്തും മികച്ച വിജയം നേടുമെന്നും പഴയ തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോകുകയാണെന്നും മുൻ MLAയും KPCC ജനറൽ സെക്രട്ടറിയുമായ ശബരിനാഥ്. BJP ഭരിക്കുന്ന പന്തളവും പാലക്കാടുമാണ് ഏറ്റവും മോശമായ ഭരണം നടക്കുന്ന മുനിസിപ്പാലിറ്റികളെന്നും ശബരിനാഥ് പറഞ്ഞു. കേരളത്തിൽ എല്ലായിടത്തും മികച്ച വിജയം നേടുമെന്നും വിജയിക്കണമെന്ന ലക്ഷ്യം താഴെ തട്ടിലുണ്ടെന്നും പഴയ തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോവുകയാണെന്നും ശബരിനാഥ് പറഞ്ഞു. ഇടതുപക്ഷത്തിനെതിരായ പൊതുവികാരം കോർപ്പറേഷനുകളിൽ അടക്കമുണ്ട്. BJP ഭരിക്കുന്ന പന്തളവും പാലക്കാടുമാണ് ഏറ്റവും മോശം ഭരണം നടക്കുന്ന മുനിസിപ്പാലിറ്റികളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എനിക്ക് തോന്നിയിട്ടുണ്ട് താഴെത്തട്ടിൽ വിജയിക്കണം എന്നൊരു മൊമെൻറ്റമുണ്ട്. സാധാരണ നമ്മുടെ താഴെ വാർഡുകളിലുള്ള പല പ്രശ്നങ്ങളും പല വാർഡുകളിൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പഴയ ചില തെറ്റുകൾ തിരുത്തിക്കൊണ്ട് കോൺഗ്രസ് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് വരികയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഗുണം ജനങ്ങളുടെ മനസ്സിൽ കാണുന്നു. തിരുവനന്തപുരത്ത് നമ്മൾ പല വാർഡുകളും പോകുമ്പോൾ നിങ്ങൾ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, നല്ലതാണ്, നല്ല സ്ഥാനാർത്ഥികളാണ്, നഗരത്തിൻ്റെ പരിച്ഛേദം തന്നെയുണ്ട്. മുൻ MLAയോ KPCC ജനറൽ സെക്രട്ടറി എന്നതല്ല കാര്യം, വ്യക്തികൾക്കല്ല പ്രാധാന്യം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് തന്നെ ഒന്നാമതെത്തുമെന്നും കഴിഞ്ഞ തവണ റിബലുകൾ കാരണം തോറ്റ എത്രയോ സീറ്റുകൾ ഉണ്ടായിരുന്നു. ഇത്തവണ ആ തെറ്റുകൾ തിരുത്തി പാർട്ടി പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് തൻ്റെ ചുമതലയെന്നും പാർട്ടി തരുന്ന ഉത്തരവാദിത്തം നാടിനു വേണ്ടി വിനിയോഗിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യമെന്നും തിരുവനന്തപുരം കോർപ്പറേഷൻ മത്സരിക്കാനുള്ള തീരുമാനമെടുത്ത് ഞാനടക്കമുള്ള കമ്മിറ്റിയാണെന്നും ശബരിനാഥ് പറഞ്ഞു. എന്തായാലും നമ്മൾ UDF തിരുവനന്തപുരത്ത് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഞാൻ കവടിയാർ വാർഡിൽ മത്സരിക്കുന്നു. ആ തിരക്കിനിടയിലാണ് ഇന്ന് രാവിലെ തൃശ്ശൂരെത്തി ലീഡറുടെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയത്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഉമ്മൻചാണ്ടി സാറിൻ്റെ പള്ളിയിലെ കല്ലറയിലും പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു മൊമെൻ്റമായിട്ട് തന്നെ UDFൻ്റെ ക്യാമ്പയിൻ പോകുന്നുണ്ട്. കേരളത്തിൽ എല്ലായിടത്തും ഇത്തവണ നല്ല രീതിയിൽ ഒരു പ്രീ വർക്ക് നടത്തിയിട്ടുണ്ട്. ഇനി തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ കാൻഡിഡേറ്റ്സിനെ പ്രഖ്യാപിക്കും. ഇത്തവണ എല്ലായിടത്തും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലുമൊക്കെ മികച്ചൊരു വിജയം, ബ്ലോക്ക് പഞ്ചായത്തിലുമൊക്കെ മികച്ചൊരു വിജയം UDF നേടാമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭാ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി ലീഗിൽ പൊട്ടിത്തെറി. ലീഗിന്റെ അടിസ്ഥാന തത്വത്തിനെതിരായി വെൽഫെയർ പാർട്ടിയുമായും ജമാഅത്തെയുമായും ലീഗിന് രഹസ്യബന്ധമാണെന്നും ആരോപിച്ച്
ലീഗ് നയത്തിൽ പ്രതിഷേധിച്ചും ലീഗ് മത്സരിക്കുന്ന വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് വിമത നേതാവും മുസ്ലിം ലീഗ് മുൻ മണ്ഡലം വൈസ് പ്രസിഡന്റുമായ ടി.എ. അബ്ദുൽ അസീസ് പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിൽ ബി.ജെ.പി. ഭരിക്കുന്ന ഏക നഗരസഭയായ പാലക്കാട് നഗരസഭയിൽ കെടുകാര്യസ്ഥതയും അഴിമതിയും നിറഞ്ഞാടുകയാണ്. ബി.ജെ.പിയുടെ മൂന്നാം ഭരണം പാലക്കാട് ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പാർലമെന്റ് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും പാലക്കാട് യു.ഡി.എഫിന് മുൻതൂക്കം ലഭിച്ചത് ബി.ജെ.പി. വിരുദ്ധത കൊണ്ടാണ്. ഈ സാഹചര്യം മുതലാക്കാതെ ലീഗ് നയത്തിന് വിരുദ്ധമായാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നതെന്നും ടി.എ. അബ്ദുൽ അസീസ് ആരോപിച്ചു. ബി.ജെ.പിയും ജമായത്തും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. ലീഗിന്റെ 2 വാർഡുകളിൽ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള രഹസ്യ ചർച്ചകളും ധാരണകളും ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അബ്ദുൽ അസീസ് ആരോപിച്ചു. ജമായത്തെ വെൽഫെയർ ബന്ധവും ശക്തിപ്പെടുത്തുന്നതിനായി ലീഗ് വെൽഫെയർ പാർട്ടി നേതൃത്വങ്ങൾ മാരത്തൺ ചർച്ച നടത്തിയിട്ടുണ്ട്. വാർഡ് തലങ്ങളിലും മണ്ഡലം തലങ്ങളിലും ചർച്ച നടത്താതെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നതെന്നും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങളോട് പരാതി പറഞ്ഞിട്ടും യാതൊരു ഫലമുണ്ടായില്ലെന്നും അബ്ദുൽ അസീസ് പറയുന്നു. പിരായിരി പഞ്ചായത്തിലും ലീഗ് നേതൃത്വത്തിനെതിരെ വിമത ശബ്ദം ശക്തമാണ്. ലീഗിന്റെ അടിസ്ഥാന ആശയങ്ങളെ ബലി കഴിക്കുന്നതിൽ കൂട്ടുനിൽക്കാനാവില്ല. തങ്ങളുടെ ആശയത്തോട് ചേരുന്നവരുമായി സഹകരിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും അബ്ദുൽ അസീസ് പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ അവസരത്തിൽ പാലക്കാട് നഗരസഭയിൽ അല്ലെങ്കിൽ പാലക്കാട് മണ്ഡലത്തിൽ പിരാരി പഞ്ചായത്തിൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വെൽഫെയർ പാർട്ടിയുമായി രഹസ്യ ധാരണ ഉണ്ടാക്കിയിരിക്കുന്നു, നീക്കുപോക്ക് ഉണ്ടാക്കിയിരിക്കുന്നു. പിരാരി പഞ്ചായത്തിലും ഈ നീക്കുപോക്കുണ്ടോ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃത്യമായി പറഞ്ഞാൽ വാർഡ് 34 വെണ്ണക്കര സൗത്തിലും വാർഡ് 33 പൂളക്കാട് വാർഡിലും സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തി തോൽപ്പിക്കാനാണ് ലീഗിന്റെ ജില്ലാ മുസ്ലിം ലീഗ് ഘടകത്തിന്റെയും പാലക്കാട് മുനിസിപ്പൽ മണ്ഡല മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെയും നേതാക്കന്മാരുടെയും നീക്കുപോക്ക് എന്നത്. പരസ്യമായ ധാരണയും രഹസ്യമായി നീക്കുപോക്കും എന്നും പറഞ്ഞാൽ സ്വന്തം പാർട്ടിയിലെ സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ച് വെൽഫെയർ പാർട്ടിക്ക് അവരുടെ കുറച്ച് വോട്ടുകൾ അടുത്ത അസംബ്ലിയിലോ പാർലമെന്റിൽ ലഭിക്കുന്നതിന് വേണ്ടി ഇത് ഒരു ചട്ടം കെട്ടിയ പ്രവർത്തകരുടെ മേൽ അടുപ്പിച്ച് ബലി കൊടുക്കുന്ന സമീപനമാണ് ഇവിടെ നടന്നത്. വാർത്താ സമ്മേളനത്തിൽ മുൻ കൗൺസിലറും ലീഗ് നേതാവുമായിരുന്ന എം കാജ ഹുസൈൻ, മുൻ കൗൺസിലർ വി.എ. നാസർ, യൂത്ത് ലീഗ് ഭാരവാഹി എം മുബീർ, എസ്.എം. ഷൗക്കത്ത് അലി, അബൂബക്കർ തുടങ്ങിയവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് ജില്ലയിൽ 1ാം വിള നെല്ല് സംഭരണം അനിശ്ചിതത്വം തുടരുന്നു. 2ാം വിള ഇറക്കാൻ വഴി കാണാതെ നെല്ലറയിലെ കർഷകർ വട്ടം കറങ്ങുകയാണ്. 1ാം വിള ഇറക്കാൻ എടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വിഷമിക്കുകയാണ് കർഷകർ. ജില്ലയിലെ നെല്ലറയായ കോട്ടായി, മാത്തൂർ, പെരിങ്ങോട്ടുകുറിശി, കുത്തന്നൂർ മേഖലയിലെ നെൽകർഷകരാണ് 2ാം വിള ഇറക്കാനുള്ള ചെലവിന് വഴി കാണാതെ വലയുന്നത്. 1ാം വിള നെല്ല് സംഭരിക്കാൻ സപ്ലൈകോ ഏജന്റിനെ കാത്തിരിക്കുകയാണ്. മഴയും മഞ്ഞും കൊള്ളാതെ നെല്ല് സൂക്ഷിക്കാൻ പാടുപെടുകയാണിവർ. 2ാം വിള ഇറക്കാൻ വിത്ത് വാങ്ങാൻ മുതൽ നിലമൊരുക്കൽ വരെ ഭാരിച്ച ചെലവ് വരും. ഇതിനായി വക കാണാനുള്ള ഞെട്ടോട്ടത്തിലാണ് കർഷകർ. വരമ്പ് ശരിപ്പെടുത്തലിനും നിലമൊരുക്കലിന് ട്രാക്ടർ വാടകയും ഉടനടി കൊടുക്കണം. മിക്ക കർഷകരും 1ാം വിള ഇറക്കാൻ എടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ വഴി തേടുന്ന അവസ്ഥയിലാണ്. 1ാം വിള ഇറക്കാൻ ചെലവായതിന്റെ പകുതി തുകയ്ക്കുള്ള നെല്ല് പോലും കിട്ടിയില്ല. കിട്ടിയ നെല്ലാകട്ടെ സംഭരിക്കാൻ ആളെത്താതെ കെട്ടിക്കിടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. CPM ഓങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച വികസന മുന്നേറ്റ ജാഥ വാടാനംകുറിശ്ശിയിൽ നിന്നും ആരംഭിച്ച് കരിമ്പുള്ളിയിൽ സമാപിച്ചു. 3 ദിവസങ്ങളിലായാണ് ജാഥ സംഘടിപ്പിച്ചത്. പഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവും ഇതോടനുബന്ധിച്ച് നടന്നു. നമ്മുടെ ജാഥ കടന്നു വരിക. CPM ഓങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച വികസന മുന്നേറ്റ ജാഥ 7-ന് വാടാനംകുറിശ്ശിയിൽ നിന്നും ആരംഭിച്ച് 9-ന് കരിമ്പുള്ളിയിൽ സമാപിച്ചു. സമാപന യോഗം സജീവൻ ശ്രീകൃഷ്ണപുരം ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും നടന്നുപോയി പഠിക്കാവുന്ന ദൂരത്തിൽ പൊതുപള്ളിക്കൂടങ്ങൾ ഉയർന്നു വന്ന നാടായി ഈ കേരളം മാറിയത്. സമ്പൂർണ്ണ സാക്ഷരതയുടെ വെള്ളി വെളിച്ചം പകർന്ന അഭിമാനത്തിന്റെ കേന്ദ്രമായി നമ്മുടെ കേരളം മാറിയത്. 50% സ്ത്രീകൾക്ക് സംവരണമുള്ള വിപ്ലവത്തിന്റെ മഹത്തായ മാതൃക തീർത്ത നാടായി നമ്മുടെ കേരളം വികസിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇന്റർനെറ്റ് എന്ന് പറയുന്നത് പൗരാവകാശമാണെന്ന് ലോകത്താദ്യമായി പ്രഖ്യാപിച്ച ഒരു സമൂഹമായി മലയാളി വളർന്നു വന്നത്. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം യോഗത്തിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം NP വിനയകുമാർ നിർവഹിച്ചു. P. നാരായണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ TV ഗിരീഷ്, വൈസ് ക്യാപ്റ്റൻ രതി ഗോപാലകൃഷ്ണൻ, AM നാരായണൻ, MR ജയശങ്കർ, PP വിജയൻ, PV രതീഷ്, AN നീരജ്, TP രജീഷ്, രോഹിത്, P. അജിത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
ഷൊർണൂർ നഗരസഭ മുരടിപ്പിനെതിരെ ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഷൊർണൂർ രക്ഷായാത്ര സമാപിച്ചു. സമാപന സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷഫീർ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ നഗരസഭാ വികസന മുരടിപ്പിനെതിരെ ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി 3 ദിവസങ്ങളായി സംഘടിപ്പിച്ച ഷൊർണൂർ രക്ഷായാത്രയ്ക്കാണ് ഷൊർണൂർ ടൗണിൽ പ്രൗഢോജ്വല സമാപനമായത്. സമാപന സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷഫീറെ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സഹാക്കന്മാരുടെ മക്കളെ പ്രീ ഡിഗ്രിക്കെതിരെ സമരം, +2-നെതിരെ സമരം, ലോകബാങ്കിനെതിരെ സമരം, വിദേശ സർവകലാശാലയ്ക്കെതിരെ സമരം, മനസ്സിലായില്ലേ, കൂത്തുപറമ്പിനെതിരെ സമരം, സകലയിടത്തും സമരം. സഖാക്കളെ, ആ സമയത്താണ് അച്ഛൻ മോനെ അയച്ച് പഠിപ്പിച്ചത്. എവിടെയാണ് അയച്ചതെന്നറിയോ? ലണ്ടനിൽ. ഏത് യൂണിവേഴ്സിറ്റിയിൽ എന്നറിയോ? ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ. ആരാണ് പഠിപ്പിച്ചത്? ലാവ്ലിൻ. ജാഥ ക്യാപ്റ്റൻ K. കൃഷ്ണകുമാർ, വൈസ് ക്യാപ്റ്റൻ ശ്രീകലാരാജൻ, ജാഥ മാനേജർ വിജയ് പ്രകാശ് ശങ്കർ, DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു, VK ശ്രീകൃഷ്ണൻ, TK ഹമീദ്, TY ഷിഹാബുദ്ദീൻ, TK ബഷീർ, അജിത് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. മണ്ണൂരിൽ UDF പ്രചരണ പ്രവർത്തനം തുടങ്ങി. ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് നേതൃത്വത്തിലാണ് ആദ്യ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങിയത്. നമ്മളൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ, ഐക്യജനാധിപത്യ മുന്നണി UDF ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഇന്നത്തെ സാഹചര്യത്തിൽ അത് മാറ്റിമറിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും, നമുക്കും എന്നല്ല എതിരാളികൾക്ക് പോലും സംശയമില്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മളുടെ കൂടെ, നമ്മുടെ വിശ്വാസത്തിലെടുത്ത് നമ്മളുടെ കൂടെ വന്ന നമ്മുടെ പ്രിയ സഹോദരി ധന്യ കൃഷ്ണദാസ്, നമ്മുടെ കുടുംബത്തിലെ അംഗത്തിനെ പോലെ അവരുടെ വേദനകളിൽ, അവരുടെ വിഷമങ്ങളിൽ, അവരുടെ സന്തോഷങ്ങളിൽ അവരുടെ കൂടെ നമ്മളുണ്ട്. VM അൻവർ സാദിഖ് വാർഡ് 8, ഷബിത മുനീർ വാർഡ് 5, ധന്യ കൃഷ്ണദാസ് വാർഡ് 11 എന്നീ സ്ഥാനാർത്ഥികളെയാണ് മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് VM അൻവർ സാദിഖ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. വീടുകൾ തോറുമുള്ള പ്രചരണത്തിനും ലീഗ് സ്ഥാനാർത്ഥികൾ തുടക്കമിട്ടു. പ്രഖ്യാപന ചടങ്ങിൽ KM അബ്ദുൽ ഹക്കീം അധ്യക്ഷത വഹിച്ചു. KP മുനീർ, PM സാദിഖ് അലി, PS സുലൈമാൻ, PU അബ്ദുൽ ഹക്കീം, PU റജുല, അബ്ദുൾ റഹിമാൻ, അബു താഹിർ, CH ജബ്ബാർ, സൈഫുദ്ദീൻ, മുസദ്ദിഖ്, ഹസീന, VA റസാഖ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ 3 സ്ഥാനാർത്ഥികളെയും ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മകരകാളികാവ് കുഴൽമന്നം റോഡിന്റെ നവീകരണ പ്രവർത്തികൾ തുടങ്ങി. 2 കോടി രൂപ ചെലവിലാണ് നവീകരണ പ്രവർത്തികൾ നടക്കുന്നത്. അഡ്വക്കേറ്റ് K. ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. അത് മലമ്പുഴ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള വള്ളിക്കോട് പ്രദേശം വരെ പൂർണ്ണമായി കഴിഞ്ഞ വർഷം തന്നെ പണി കഴിഞ്ഞു. പിന്നീട് നമ്മുടെ മണ്ഡലത്തിലൂടെ പറളി പഞ്ചായത്തിലേക്കാണ് കടന്നു വരേണ്ടത്. അതിന്റെ പ്രവർത്തന ഉദ്ഘാടനം 5 കോടിയാണ്. അതിനാവശ്യമായി നമ്മുടെ വകുപ്പ് പാസാക്കി പണി ദ്രുതഗതിയിൽ നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ ആ റോഡിൽ പ്രധാനമായിട്ടും ഒരു പാലം നിർമ്മിക്കാൻ ആവശ്യമുണ്ട്. അതിന് സംസ്ഥാന ഗവൺമെന്റിന്റെ ബജറ്റിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപയും. ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷ മല്ലിക അധ്യക്ഷത വഹിച്ചു. 5.5 മീറ്റർ വീതിയിൽ 2.5 കിലോമീറ്ററിലാണ് റോഡ് നവീകരണം നടക്കുന്നത്. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EP സുരേഷ് സ്വാഗതവും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു. പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വടക്കാഞ്ചേരിയിലുണ്ടായ വാഹനാപകടത്തിൽ നവജാത ശിശു ഉൾപ്പെടെ 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. നിയന്ത്രണം വിട്ട കാർ എതിർദിശയിൽ വന്ന ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ മറിയുകയും ഭാഗികമായി തകരുകയും ചെയ്തു. സംഭവം തിങ്കളാഴ്ച രാവിലെ 7 മണിയോടെ. വടക്കാഞ്ചേരി നഗരപാതയിൽ തലപ്പള്ളി താലൂക്ക് ആസ്ഥാന മന്ദിരത്തിന് സമീപം ഇന്ന് രാവിലെ 7 മണിയോടെയുണ്ടായ വാഹനാപകടത്തിൽ നവജാത ശിശു ഉൾപ്പെടെ 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഷൊർണൂർ ഭാഗത്തു നിന്ന് തൃശൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന ടാക്സി കാറിന്റെ മുൻ ടയർ പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ എതിരെ വന്ന ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ മറിയുകയും ഇരുവശങ്ങളും ഭാഗികമായി തകരുകയും ചെയ്തു. 4 പേരടങ്ങുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് തെറിച്ചു വീണ കാഞ്ഞിരക്കോട് സ്വദേശിയായ 20 വയസ്സുള്ള അനശ്വരുടെ സഹോദരി പുത്രനായ 1.5 വയസ്സുള്ള കാശിനാഥൻ, കാൽനട യാത്രികനായ മംഗലം സ്വദേശി മൂസ എന്നിവർക്കാണ് കാര്യമായി പരിക്കേറ്റത്. മൂസയുടെ കാലിനും തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ വടക്കാഞ്ചേരി ആക്ട്സ് ആംബുലൻസ് പ്രവർത്തകർ ഉടൻ തന്നെ തൃശൂർ ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തെ തുടർന്ന് വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. KP കേശവമേനോൻ സ്മാരക ട്രസ്റ്റിന്റെ
വിശിഷ്ട വ്യക്തികൾക്കുള്ള KP കേശവമേനോൻ അവാർഡ് മുൻ മന്ത്രി AK ബാലന് സമ്മാനിച്ചു. 25,000 രൂപയും ഫലകവും കീർത്തിപത്രവും അടങ്ങുന്ന പുരസ്കാരം സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ് AK ബാലന് സമ്മാനിച്ചത്. 25,000 രൂപയും ഫലകവും കീർത്തിപത്രവും അടങ്ങുന്നതായിരുന്നു പുരസ്കാരം. പുരസ്കാര തുക ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് AK ബാലൻ നൽകി. PP സുമമത MLA അധ്യക്ഷത വഹിച്ചു. ജൂറി ചെയർമാൻ മുണ്ടൂർ സേതുമാധവൻ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, CPIM ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബു, MLA മാരായ KD പ്രസന്നൻ, N ഷംസുദ്ദീൻ, മുൻ MLA AV ഗോപിനാഥ്, തരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് E രമണി എന്നിവർ സംസാരിച്ചു. മുൻ മന്ത്രി AK ബാലൻ മറുപടി പ്രസംഗം നടത്തി. മാതൃഭൂമി പാലക്കാട് സീനിയർ സബ് എഡിറ്റർ ബീന ഗോവിന്ദ് KP കേശവമേനോൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ കൊട്ടക്കുന്നിൽ മുസ്ലിം ലീഗ് കുടുംബസംഗമം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ മുന്നോട്ട് പോയി. ഇന്ന് ഈ പ്രസ്ഥാനം ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഇത് അങ്ങാടികളിലേക്ക് ഇറങ്ങിയാൽ, ചായക്കടകളിലേക്ക് ഇറങ്ങിയാൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ലീഗ് നിൽക്കുന്ന സീറ്റുകളിൽ മത്സരിക്കാൻ ഭയപ്പാടോടുകൂടി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് മണ്ണൂർ പഞ്ചായത്ത് പോകുന്നത് എന്ന് പറയുമ്പോ അത് എന്റെയും അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന നേതാക്കന്മാരുടെയും മാത്രം കഴിവല്ല, നിങ്ങളുടെ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ ഹക്കീം മാസ്റ്റർ, KP മുനീർ, PM സാദിഖ് അലി, PU ഹക്കീം, NSM അലി, KA ഹനീഫ, അബു താഹിർ, ഷഫീർ, റസാഖ്, റജുല, ഷബിദ, കുംറ എന്നിവർ സംസാരിച്ചു. NSS പാലക്കാട് താലൂക്ക് തേനൂർ മേഖലാ സമ്മേളനം തേനൂരിൽ നടന്നു. മണ്ണാർക്കാട് താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് ശശികുമാർ കല്ലടിക്കോട് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ പോയിട്ട് സാറ് പറഞ്ഞു, സാറ് ഇരിക്കുന്നത് ഇടതോട്ട് നീങ്ങി, വലതോട്ട് നീങ്ങി, മുന്നോട്ട് നീങ്ങി. ഇന്ന് നായർ സർവീസ് സൊസൈറ്റി ബഹുമാനായ ജനറൽ സെക്രട്ടറി പറഞ്ഞത്, നായർ സർവീസ് സൊസൈറ്റി ഇടതോട്ടും മാറിയിട്ടില്ല, വലതോട്ടും മാറിയിട്ടില്ല, നേരിട്ടും മാറിയിട്ടില്ല. ഇന്നും നായർ സർവീസ് സൊസൈറ്റി സമദൂരത്തിന്റെ ചിരിതൂരവും വിശ്വാസികളുടെ കൂടെയാണെന്നുള്ള തീർച്ചയായും അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ആദരണീയനായ ജനറൽ സെക്രട്ടറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇടതോട്ടും മാറിയത് വലതോട്ടും മാറിയത് വരാം. പഴയ കാലത്തെ കരോഗങ്ങളിൽ പോലും മെമ്പർഷിപ്പും യോഗ്യതയും ഇല്ലാതെ നായർ സർവീസിനെ ഒറ്റിക്കൊടുത്തുകൊണ്ട് പുറത്തേക്ക് പോയവരാണ് ഇന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. നായർ സർവീസ് സൊസൈറ്റിയുടെ എതിരെ വർത്തമാനം പറയുന്ന പലരും. പാലക്കാട് താലൂക്ക് യൂണിയന്റെ 70ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിവന്നിരുന്ന സദ്ഗമയ മേഖലാ സമ്മേളനങ്ങളുടെ സമാപനം കുറിച്ചുകൊണ്ടായിരുന്നു NSS കരുത്ത് തെളിയിച്ച തേനൂർ മേഖലാ സമ്മേളനം. പാലക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK മേനോൻ അധ്യക്ഷത വഹിച്ചു. നായർ സർവീസ് സൊസൈറ്റി സംഘടനാ ശാഖ ഓഫീസ് മാനേജർ B ഗോപാലകൃഷ്ണൻ നായർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ, യൂണിയൻ വൈസ് പ്രസിഡന്റ് K ശിവാനന്ദൻ, യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് P നടരാജൻ, വനിതാ യൂണിയൻ പ്രസിഡന്റ് ബേബി ശ്രീകല, യൂണിയൻ ഭാരവാഹികളായ KP രാജഗോപാൽ, R ശ്രീകുമാർ, P സന്തോഷ് കുമാർ, അഡ്വക്കേറ്റ് മോഹൻദാസ് പാലാട്ട്, R ബാബു സുരേഷ്, C കരുണാകരനുണ്ണി, M ഉണ്ണികൃഷ്ണൻ, T മണികണ്ഠൻ, V രാജ്മോഹൻ, A അജി, ബാലകൃഷ്ണൻ കൂട്ടാല, രമേശ് അല്ലത്, KS അശോക് കുമാർ, രാജേശ്വരി ടീച്ചർ, അനിത ശങ്കർ, വത്സല ശ്രീകുമാർ, വിജയകുമാരി, വാസുദേവൻ, സിന്ധു രമേശ്, തേനൂർ കരയോഗം സെക്രട്ടറി P ജ്യോതിപ്രകാശ്, ഖജാൻജി P ശശികുമാർ എന്നിവർ പ്രസംഗിച്ചു. സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ ജന്മദിനം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം അവധി ലഭിക്കുന്നതിനായി പ്രയത്നിച്ച NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർക്ക് സമ്മേളനം അഭിവാദ്യങ്ങൾ രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാട് ബാഡ്മിന്റൺ അസോസിയേഷനും പ്ലേവെല്ലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പ്ലേവെൽ ബാഡ്മിന്റൺ പ്രീമിയർ ലീഗ് സീസൺ 4 ഡിസംബർ 14-ന് കോസ്മോ പോളിറ്റീൻ ക്ലബ്ബിൽ നടക്കും. ജില്ലയിലെ 8 ഫ്രാഞ്ചൈസികൾ മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാലക്കാട് ജില്ലയുടെ ബാഡ്മിന്റൺ കളിക്കാർ കൂടുന്നുണ്ടെങ്കിലും പ്രൊഫഷണൽ കളിക്കാർ രൂപപ്പെടുന്നില്ല. കേവലം വ്യായാമം, കായികക്ഷമത വർദ്ധിപ്പിക്കൽ എന്ന രീതിയിലാണ് പലരും ബാഡ്മിന്റനെ സമീപിക്കുന്നതെന്നും പ്രൊഫഷണൽ കളിക്കാരെ വാർത്തെടുക്കുന്നതിനാണ് അസോസിയേഷൻ മുൻകൈയെടുക്കുന്നതെന്നും സെക്രട്ടറി K ജയറാം പാലക്കാട്ട് പറഞ്ഞു. 200 കളിക്കാരിൽ നിന്ന് 15 പേരെ വീതം ഫ്രാഞ്ചൈസികൾ ലേലത്തിലെടുത്ത് മത്സരത്തിനിറക്കും. ഒരു ടീമിന് 15 കളിയും വരും വിധത്തിലാണ് മത്സരം. ഫ്രാഞ്ചൈസി ഫീസ് 10,000 ആക്കി കുറയ്ക്കാൻ കഴിഞ്ഞതും പ്രൈസ് മണി 25,000, 20,000 എന്നിങ്ങനെ ഉയർത്താൻ കഴിഞ്ഞതും സ്പോൺസർമാരുടെ പിന്തുണ കൊണ്ടാണെന്നും ജയറാം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിങ്ങൾക്കറിയാം, ഈ 200 പേരിൽ നിന്ന് ലേലം വിളിച്ചിട്ടാണ് 8 ഫ്രാഞ്ചൈസികളാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നിട്ടുണ്ട്. 8 ഫ്രാഞ്ചൈസികളാണ് നമുക്ക് ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നത്. 8 ഫ്രാഞ്ചൈസികൾക്ക് വേണ്ട ഓരോ ഫ്രാഞ്ചൈസിയും 15 പേരെ വിളിച്ചിരിക്കണം.
ഈ 15 പേരെ വേണ്ട കളിക്കാരെ ലേലം വിളിച്ചിട്ടാണ് അവർ, അതായത് ഈ 200 കളിക്കാരിൽ നിന്ന് 15 പേരെ വിളിച്ചെടുക്കുന്നത്. ഈ ലേലം വിളി ഓപ്ഷൻ നടക്കുന്നത് നവംബർ 30 പാലക്കാട് മാധവരാജ ക്ലബിൽ വെച്ചിട്ടാണ്. നമ്മളത് നേരത്തെ അറിയിച്ചിട്ടുണ്ട്. ടൂർണമെന്റിന്റെ പ്രൈസ് മണി 25,000 രൂപയാണ് വിന്നേഴ്സിന് കൊടുക്കുന്ന പ്രൈസ് മണി. അതേപോലെ തന്നെ റണ്ണറപ്പിന് കൊടുക്കുന്നത് 20,000 രൂപ. വാർത്താ സമ്മേളനത്തിൽ ടാറ്റി എബ്രഹാം, വിനോദ് മന്നത്ത്, ബിജോയ് ജോൺ, കെ കൃഷ്ണകുമാർ, ഡയസ് ജോസഫ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കർഷക തൊഴിലാളി ഫെഡറേഷൻ മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭൂപരിഷ്കരണ നിയമത്തിന്റെ 55ാം വാർഷികം ആഘോഷിച്ചു. സംഘടനാ ജില്ലാ സെക്രട്ടറി സി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ കേരളത്തിൽ 1000 കേന്ദ്രങ്ങളിൽ ഇതുപോലുള്ള ചെറുതും വലുതുമായ കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അവരോട് ഈ കാര്യങ്ങൾ പറയണം എന്ന് കർഷക തൊഴിലാളി യൂണിയൻ BKMUവിന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചപ്പോൾ നല്ല കർഷക തൊഴിലാളികളുടെ ഒരു സംഘടന പ്രവർത്തിക്കുകയും VK കാളിദാസൻ അധ്യക്ഷത വഹിച്ചു. KV ബാബു, N തങ്കപ്പൻ, PR രാജേഷ്, KV ദാസൻ എന്നിവർ സംസാരിച്ചു. CP രാധാകൃഷ്ണൻ സ്വാഗതവും സലീന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓങ്ങല്ലൂർ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ 12ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. വൈപ്പുറം വാസുദേവ പ്രസാദാണ് യജ്ഞാചാര്യൻ. ഈ മാസം 16-ന് യജ്ഞം സമാപിക്കും. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ സംഘടിപ്പിക്കുന്ന 12ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിനാണ് ഞായറാഴ്ച വൈകിട്ട് തുടക്കമായത്. ഇതോടനുബന്ധിച്ച് ആദ്യം ക്ഷേത്രനടയിൽ കലവറ നിറയ്ക്കൽ നടന്നു. തുടർന്ന് യജ്ഞാചാര്യൻ വയപ്പുറം വാസുദേവ പ്രസാദിനെ പൂർണ്ണകുംഭം നൽകി വാദ്യത്തിന്റെയും താലത്തിന്റെയും അകമ്പടിയോടുകൂടി യജ്ഞവേദിയിലേക്ക് ആനയിച്ചു. തുടർന്ന് ഭദ്രദീപം തെളിയിക്കലിനു ശേഷം ശുദ്ധ വിഗ്രഹ സ്വരൂപ തീർത്ഥപാദർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഈ നടന്നുകൊണ്ടിരിക്കുന്ന സപ്താഹങ്ങളിലെല്ലാം തന്നെ അത്യാവശ്യം ഭക്തജന പ്രവാഹമുണ്ട്, അവരുടെ സഹകരണമുണ്ട്. തീർച്ചയായിട്ടും ഗൃഹസ്ഥന്മാരായ നിങ്ങളുടെ സഹകരണവും അതിൻ്റെ അർപ്പിതമായ മനോഭാവവുമാണ് ഒരു സപ്താഹത്തിൻ്റെ വിജയത്തിന് ആധാരമെന്ന് സംശയമില്ല. പക്ഷെ അപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ഈ സപ്താഹത്തിൻ്റെ മൂല്യങ്ങളോ ആചാര്യന്മാർ നൽകുന്ന മൂല്യങ്ങൾ, ഗുരുക്കന്മാർ നൽകുന്ന മൂല്യങ്ങൾ, ശ്രീമദ് ഭാഗവതവും അതുപോലുള്ള ഗ്രന്ഥങ്ങളും നൽകുന്ന മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് വഴികാട്ടിയായി തീരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ക്ഷേത്രം തന്ത്രി കാലടി പടിഞ്ഞാറേടത്ത് ശങ്കരൻ ഉണ്ണി നമ്പൂരിപ്പാട് ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് ദീപാരാധന, ആചാര്യവരണം, ഭാഗവത മഹാത്മ്യപാരായണവും പ്രഭാഷണവും ഉണ്ടായി. വയപ്പുറം വാസുദേവ പ്രസാദാണ് യജ്ഞാചാര്യൻ. ഈ മാസം 16-ന് യജ്ഞം സമാപിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വഴിയരികിൽ നിന്നും കളഞ്ഞു കിട്ടിയ 1.5 പവൻ തൂക്കം വരുന്ന മാല പോലീസിന്റെ സഹായത്തോടെ ഉടമയ്ക്ക് തിരികെ നൽകി സത്യസന്ധതയുടെ ഉദാത്ത മാതൃകയായിരിക്കുകയാണ് ഒരു അച്ഛനും മകളും. വാണിയംകുളം പുലാച്ചിത്ര കുന്നത്ത് വീട്ടിൽ KG രഘുപതിയും മകൾ രവീണയുമാണ് സത്യസന്ധതയ്ക്ക് കയ്യടി നേടുന്നത്. ഞായറാഴ്ച രാവിലെ കണ്ടേമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയതായിരുന്നു രഘുപതിയും മകൾ രവീണയും. റോഡരികിൽ കാർ പാർക്ക് ചെയ്ത് ആശുപത്രിയിലേക്ക് പ്രവേശിക്കുന്നതിനായി റോഡ് മുറിച്ച് കിടക്കുമ്പോഴാണ് പാലക്കാട് കുളപ്പുള്ളി പാതയിൽ നിന്നും രവീണയ്ക്ക് താലിയടങ്ങിയ സ്വർണ്ണമാല ലഭിക്കുന്നത്. സമീപത്തെ കടകളിൽ ഉൾപ്പെടെ അന്വേഷിച്ചു. ആരെങ്കിലും മാല നഷ്ടപ്പെട്ടതായി അന്വേഷിച്ചു വന്നിരുന്നോ എന്ന് ആശുപത്രിയിലും ഓട്ടോ സ്റ്റാൻഡിലും ഉൾപ്പെടെ അന്വേഷിച്ചിട്ടും ഉടമകളെ കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ ഇവർ മാലയുമായി നേരെ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടു. വഴിയിൽ നിന്നും കിട്ടിയ മാല അവിടെ ഏൽപ്പിച്ചു. ഏതാണ്ട് 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഷൊർണൂർ മുണ്ടായ സ്വദേശിനിയായ കറുത്തെടുത്ത് വീട്ടിൽ 39-കാരി പ്രീത മാല നഷ്ടപ്പെട്ടു എന്ന പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. പോലീസിന്റെ അന്വേഷണത്തിൽ സ്റ്റേഷനിൽ ലഭിച്ച മാല പ്രീതയുടേതാണെന്ന് ഉറപ്പായി. ഒടുവിൽ യഥാർത്ഥ ഉടമ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടെന്ന വിവരം മാല ഏൽപ്പിച്ച അച്ഛനെയും മകളെയും വിളിച്ചറിയിക്കുകയായിരുന്നു. രഘുപതിയും മകൾ രവീണയും പോലീസുകാരുടെ സാന്നിധ്യത്തിൽ മാല പ്രീതയ്ക്ക് കൈമാറിയപ്പോഴാണ് മണിക്കൂറുകൾക്ക് ശേഷം പ്രീതയുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നത്. ആശുപത്രിയിലേക്ക് സ്കാനിങ്ങിന് വേണ്ടി എത്തിയ പ്രീത കഴുത്തിലെ മാല അഴിച്ചുവെച്ചതിന് ശേഷം തിരികെ ധരിച്ചപ്പോൾ കൊളുത്തു മുറുക്കാൻ വിട്ടുപോയതാകാമെന്നാണ് പ്രീത പറയുന്നത്. SI വിനോദ് ഉൾപ്പെടുന്ന പോലീസുകാർ ഈ അച്ഛനെയും മകളുടെയും സൽപ്രവൃത്തിയെ അഭിനന്ദിച്ചു. വാണിയംകുളം പാലിയേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ സെക്രട്ടറി കൂടിയാണ് KG രഘുപതി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
മാറ്റുലി. രണ്ടാം പിണറായി സർക്കാരിൽ നിരന്തരമായ വീഴ്ചകൾ സംഭവിക്കുന്ന വകുപ്പുകൾ ആരോഗ്യവകുപ്പും വനം വകുപ്പുമാണ്. ഇത് മന്ത്രിമാരുടെ കഴിവുകേടോ? മാറ്റുലിയിലേക്ക്. കേരളത്തിൽ ആരോഗ്യ വകുപ്പിനെതിരെ വനം വകുപ്പിനെതിരെ ആസൂത്രിതമായ ചില വിമർശനങ്ങൾ ചില മാധ്യമങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അത് ആസൂത്രിതമായി നടത്തുന്ന വിമർശനങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ആരോഗ്യവകുപ്പും വനം വകുപ്പും കേരളത്തിൽ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യവകുപ്പിൻ്റെ കാര്യത്തിൽ കേരളം വിശ്വപ്രസിദ്ധമാണ്. കോവിഡ് കാലത്ത് ആരോഗ്യവകുപ്പ് ഐക്യരാഷ്ട്ര സംഘടനയടക്കം കേരളത്തിലെ ആരോഗ്യവകുപ്പിനും അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ ടീച്ചറെയും അഭിനന്ദിച്ചത് ചരിത്രമാണ്. ഇപ്പോഴും കേരളം ആരോഗ്യവകുപ്പിൽ 1-ാം സ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന് കേന്ദ്ര ഏജൻസികൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നീതി ആയോഗ് പോലുള്ള സംവിധാനങ്ങൾ കേരളത്തെ ആരോഗ്യവകുപ്പിനെ 1-ാം സ്ഥാനത്താണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് നമുക്കറിയാവുന്നതാണ്. കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വനം വന്യജീവി നിയമങ്ങളിൽ ചില പരിഷ്കാരങ്ങൾ നടത്താൻ കേരളത്തിൻ്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് ചില ഇടപെടലുകൾ നടത്താൻ പുതിയ നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണമല്ല. കേന്ദ്ര സർക്കാർ കനിഞ്ഞാലാണ് പുതിയ നിയമനിർമ്മാണം പ്രാവർത്തികമാക്കാൻ വേണ്ടി കഴിയുള്ളൂ. കേരളത്തിൽ ഇവിടുത്തെ ജനവാസ കേന്ദ്രങ്ങളും ആയിട്ട് വേർതിരിക്കുന്നതിന് ജിണ്ട കെട്ടി കൃത്യമായി അതിരുണ്ടാക്കി വന്യജീവികളെ തടഞ്ഞു നിർത്താൻ കേരളത്തിലെ സർക്കാർ കോടാനുകോടി രൂപയുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതുപോലെ വന്യജീവികൾ ഈ പറയുന്ന ഗ്രാമങ്ങളിൽ കയറി വന്ന് മനുഷ്യരെ കൊലപ്പെടുത്തുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതുപോലെ ബീഭത്സമായ അന്തരീക്ഷം കേരളത്തിൽ ഇല്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഇതോടെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. നവംബർ 14 തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം. നവംബർ 21 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം. നവംബർ 22 സൂക്ഷ്മ പരിശോധന. നവംബർ 24 നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. പാലക്കാട് ജില്ലയിൽ ഡിസംബർ 11 വോട്ടെടുപ്പ് ഫലപ്രഖ്യാപനം. ഡിസംബർ 13. സിപിഐഎമ്മും ഇടതുമുന്നണിയും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയെന്നും ഒരു അപശബ്ദങ്ങൾ പോലുമില്ലാതെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞതായും സിപിഐഎം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു. ഇടതു സർക്കാർ നടപ്പാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങൾ ചർച്ചയാകുമെന്നും മുക്കിലും മൂലയിലും വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞതായും ഇത് തെരഞ്ഞെടുപ്പിൽ വൻ വിജയമുണ്ടാക്കുമെന്നും കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട മുനിസിപ്പാലിറ്റികൾ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തിരിച്ചുപിടിക്കുമെന്നും സിപിഐഎം ജില്ലാ സെക്രട്ടറി. LDF വിജയിക്കുമെന്ന് പ്രവചിക്കാൻ തനിക്കാകില്ല. തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുമെന്ന് പ്രവചിക്കാൻ തനിയേശുവോ ദൈവമോ അല്ല എന്ന് തൃശൂർ മേയർ MK വർഗീസ്. BJPയിലേക്ക് പോകുമോ മറ്റെവിടേക്കെങ്കിലും പോകുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും ഇനി 3 മാസം വിശ്രമമെന്നും MK വർഗീസ്. വന്ദേ ഭാരത് ട്രെയിനിൽ ഗണഗീതം ചൊല്ലൽ വിവാദം. കുട്ടികളുടെ മനസ്സിൽ സംഘപരിവാർ ആശയങ്ങൾ കുത്തിവയ്ക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ്. കേരളത്തിലെ ആരോഗ്യനില വെന്റിലേറ്ററിലാണെന്നും ഒറ്റപ്പെട്ട സംഭവങ്ങൾ എണ്ണമറ്റ സംഭവങ്ങളായി മാറിയെന്നും ആരോഗ്യമന്ത്രിയെ തിരിച്ചു വിളിച്ച് ആരോഗ്യരംഗത്തെ രക്ഷിക്കണമെന്നും OJ ജനീഷ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എല്ലായിടത്തും മികച്ച വിജയം നേടുമെന്നും പഴയ തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോകുകയാണെന്നും മുൻ MLAയും KPCC ജനറൽ സെക്രട്ടറിയുമായ K ശബരിനാഥ്. BJP ഭരിക്കുന്ന പന്തളവും പാലക്കാടുമാണ് ഏറ്റവും മോശമായ ഭരണം നടക്കുന്ന മുനിസിപ്പാലിറ്റികളെന്നും ശബരിനാഥ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭാ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി. ലീഗിന്റെ അടിസ്ഥാന തത്വത്തിനെതിരായി വെൽഫെയർ പാർട്ടിയുമായും ജമാഅത്തെയുമായും ലീഗിന് രഹസ്യബന്ധമെന്ന മുസ്ലിം ലീഗ് വിമത നേതാവും മുൻ മണ്ഡലം വൈസ് പ്രസിഡന്റുമായ TA അബ്ദുൽ അസീസ്. ലീഗ് നയത്തിൽ പ്രതിഷേധിച്ച് ലീഗ് മത്സരിക്കുന്ന വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നും അബ്ദുൽ അസീസ്. പാലക്കാട് ജില്ലയിൽ 1-ാം വിള നെല്ല് സംഭരണം അനിശ്ചിതത്വം തുടരുന്നു. 2-ാം വിള ഇറക്കാൻ കഴിയാതെയും 1-ാം വിള ഇറക്കാനെടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെയും നെല്ലറയിലെ കർഷകർ. തെരഞ്ഞെടുപ്പ് ചൂടിൽ രാഷ്ട്രീയ പാർട്ടികൾ CPIM ഓങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച വികസന മുന്നേറ്റ യാത്രയ്ക്ക് സമാപനം. ഷൊർണൂർ നഗരസഭാ മുരടിപ്പിനെതിരെ ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഷൊർണൂർ രക്ഷായാത്രയ്ക്കും സമാപനം. മണ്ണൂരിൽ UDF ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് തുടക്കം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.